പരിശുദ്ധ സഭാമാതാവ് തൻ്റെ ആത്മീയ മക്കളായി നിങ്ങളോട് ആവശ്യപ്പെടുന്ന 4 മേൽപ്പട്ടക്കാരെ തിരഞ്ഞെടുത്ത് നൽകുകയെന്ന നിയോഗം തികഞ്ഞ സഭാസ്നേഹത്തോടെ നിങ്ങൾ സഭയ്ക്കായി ചെയ്തു തരണമെന്നും നമ്മുടെ സഭാ ഭരണഘടന അനുസരിച്ചും അതിനനുസൃതമായി തയ്യാറാക്കിയ എപ്പിസ്കോപ്പൽ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചും വൈദികരുടെയും അൽമാരുടെയും പ്രത്യേകം പകുതിയിലധികം വോട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. വാത്സല്യ മക്കളെ, ഇവിടെ സമ്മേളിക്കുന്ന ഈ 2ാം മുളന്തുരുത്തി സുന്നഹദോസ് പരിശുദ്ധ സഭയുടെ കൊമ്പ് ഉയർത്തണം. എല്ലാ കാലത്തും പരിശുദ്ധ സഭയ്ക്ക് അഭിമാനപൂർവം ഓർത്തെടുക്കാവുന്നതായ ഒരു ചരിത്രമുഹൂർത്തമായി ഇത് തീരണമെന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം. ആയതിനായി നാം വീണ്ടും നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി 4 മേൽപ്പട്ടക്കാരെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി നമുക്ക് തിരഞ്ഞെടുത്ത് നൽകണം. പുണ്യവാന്മാരായ പിതാക്കന്മാർ നെഞ്ചോട് ചേർത്ത് വളർത്തിയതായ പരിശുദ്ധ സഭയുടെ യശസ്സിന് കോട്ടം വരുത്തുന്നതും നമ്മുടെ ഹൃദയത്തിന് ദുഃഖമുണ്ടാക്കുന്നതുമായ രീതിയിൽ നിങ്ങൾ ആരും പ്രവർത്തിക്കരുത്. ദൈവാശ്രയത്തോടെ മലങ്കര സഭയുടെ ആവശ്യങ്ങൾക്കായി നാം വിളിച്ചുകൂട്ടിയ ചരിത്ര പ്രാധാന്യമുള്ള ഈ മഹാസമ്മേളനം ഇവിടെ നടത്തപ്പെടാതെ ഇരിക്കുവാൻ രഹസ്യത്തിലും പരസ്യത്തിലും ചിലർ പരിശ്രമിച്ചു എന്നത് സത്യമാണ്. എന്നാൽ നമ്മുടെ ദൈവമോ പരിഹസിക്കുവാൻ തക്കം പാർത്തിരുന്നവരുടെ മുമ്പിൽ സഭയുടെ കൊമ്പിനെ വാനോളം ഉയർത്തിയിരിക്കുന്നു. മലങ്കര മെത്രാപ്പോലീത്തായും പൗരസ്ത്യ കാതോലിക്കമായുമായ നമ്മുടെ സഹോദര മെത്രാപ്പോലീത്തന്മാരുടെയും ബഹുമാനമുള്ള കോർപ്പിസ്കോപ്പന്മാരുടെയും നിഷ്ഠയുള്ള ദേറക്കാരുടെയും സന്യസ്തരുടെയും പുകഴ്ചയുള്ള വൈദികഗണത്തിൻ്റെയും നമ്മുടെ വാത്സല്യ ഭാജനങ്ങളായ വിശ്വാസികളുടെയും ഒരേ ഒരു ലക്ഷ്യം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന മഹാനൗകയെ എല്ലാ കാലത്തും വിജയശ്രീയോടെ യേശുക്രിസ്തുവിൻ്റെ സത്യസുവിശേഷത്തിനനുസൃതമായി മഹിമയോടെ നയിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം.